എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് സീരിയൽ അഡിക്റ്റായ അമ്മായിമ്മമാരെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മായിമ്മമാർ മാത്രമല്ല, അമ്മമാര്. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയോടൊപ്പമാണ് നിൽക്കുന്നത്. എൻ്റെ അമ്മായിമ്മ തറവാട്ടിലാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പം എൻ്റെ അമ്മയാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5:30-6 മണിയാകുമ്പോൾ തൊട്ട് സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 11 o'clock വരെ ഈ സീരിയൽ ഇങ്ങനെ നീണ്ടുപോകും. പകല് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും അമ്മ ഇതിൻ്റെയൊക്കെ ഉച്ചയ്ക്കുള്ള സീരിയലും പല പല ചാനലുകൾ മാറ്റിയും ഇങ്ങനെ ഒരു സീരിയൽ പോലും മിസ് ചെയ്യാതെ ഇങ്ങനെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വഴക്ക് പറയുമായിരുന്നു ഇങ്ങനെ സീരിയൽ കാണുന്നതിനെ കുറിച്ച്. അത് അഡിക്ഷനായി മാറിയെന്ന് നമുക്കും അറിയാം. പിന്നെ നമ്മൾക്ക് തോന്നുന്നത് അവരുടെ അവർക്ക് ഏകാന്തതയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. അപ്പൊ അത് സീരിയലായിരിക്കാം, അവരത് കണ്ട് എൻജോയ് ചെയ്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ എപ്പോഴാ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇവർ ഈ സീരിയൽ കഥാപാത്രങ്ങളായിട്ട് മാറും. എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പറയില്ലേ, അവരതാണെന്നങ്ങ് അനുകരിച്ച് അതിനകത്ത് എല്ലാ മോഡുലേഷൻസും അവർ ഉൾക്കൊണ്ട് അതിൽ പറയുന്ന എല്ലാ ഡയലോഗുകളും അവരങ്ങ് ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കും. അപ്പൊ എൻ്റെ അമ്മയും എൻ്റെ മദർ ഇൻ ലോയും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പൊ ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടി വി നമുക്ക് കാണാൻ കിട്ടത്തേയില്ല. ഇവര് റിമോട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ മാറ്റി മാറ്റി ഓരോ ചാനലിലെയും സീരിയൽ ഡയലോഗുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇതിൽ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അതുവഴി എങ്ങാനും പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ചില മരുമക്കളാണെങ്കിൽ അമ്മായിമ്മമാരെ വലിയ മുട്ടൻ ഡയലോഗ് ഒക്കെ പറയുന്ന സമയത്തായിരിക്കും ഞാൻ അതുവഴി പാസ് ചെയ്തു പോകും. അപ്പൊ എൻ്റെ അമ്മായിമ്മ അതിനുള്ള മറുപടി ഇങ്ങനെ പറയും. അപ്പൊ ഞാനിങ്ങനെ നോക്കും, ഇത് എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്ന്. അതുപോലെ തന്നെയാണ് ചില മക്കളെ നോക്കാത്ത അവങ്ങനെയുള്ള സീരിയൽ ഡയലോഗുകൾ വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾക്ക് തോന്നും ഇവരെന്തിനാ ഇത് നമ്മളോട് പറയുന്നത്. ഇങ്ങനെ ഉറക്കെ എക്സ്പ്രഷൻ ഇവര് ആ കഥാപാത്രമായിട്ട് മാറുകയാണ്. നമ്മളെ മാടമ്പള്ളിയിലെ ചിത്രരോഗി എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ആ കഥാപാത്രമായി മാറി. എന്നിട്ട് ഇവര് ആ പറയുന്ന അതേ കാര്യങ്ങളും അതേ എക്സ്പ്രഷൻസ് ഉൾക്കൊണ്ട് അതിനങ്ങ് ലയിച്ച് നമ്മളെല്ലാം അതിനകത്തെ മക്കളും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലെ അമ്മയും അമ്മായിയമ്മയും നമ്മുടെ അമ്മയും അമ്മായിയമ്മയായിട്ട് മാറുമ്പോൾ ബാക്കി കഥാപാത്രങ്ങളായിട്ട് അവർ നമ്മളെ ആയിരിക്കുമല്ലോ ഇമാജിൻ ചെയ്യുന്നത്. അത് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കും. നമ്മളൊന്നും പറഞ്ഞില്ലേ പോലും ചില സമയത്ത് ഇപ്പൊ അമ്മയോടാണേലും അമ്മായിമ്മയോടാണേലും സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ മറുപടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് ഏതോ ഒരു സീരിയലിൽ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. കാരണം നമ്മൾ ഓൾറെഡി ഇത് വൈകുന്നേരം തൊട്ട് അല്ലെങ്കിൽ റൊട്ടീനായിട്ട് ഈ ഒരു 4-5 മണിക്കൂർ സീരിയൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും വരുമ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഈ ഡയലോഗുകളെല്ലാം കാണുന്നില്ലെങ്കിൽ പോലും ഈ സീരിയൽ വെച്ചിരിക്കുന്ന സൗണ്ട് ഉറക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ ഡയലോഗും നമുക്ക് ബൈഹാർട്ടായിരിക്കും. അപ്പൊ ഇത് സ്ഥിരം ഒരു കാണുന്ന പ്രേക്ഷക അല്ലെങ്കിൽ പോലും സീരിയലിന്റെ കഥ കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും സുപരിചിതമാണ്, കഥകളും കഥാപാത്രങ്ങളും ഒക്കെ. അപ്പൊ ഈ പറയുന്ന എൻ്റെ അമ്മയും അമ്മായിയമ്മയും ഇതിലെ കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും മറുപടി പറയുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത രീതിയിൽ ഇവര് ചില ഡയലോഗുകൾ പറയും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് എന്തുമാത്രം ഇവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഓരോ കഥാപാത്രങ്ങളും. ഒരു ദിവസം അങ്ങനെ കറണ്ട് പോയാൽ തീർന്നു. അപ്പൊ ചിലര് ഇതിന്റെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മായിമ്മയൊക്കെ ഇതിനൊക്കെ സിമ്പിൾ വേർഷനാണെന്ന് തോന്നുന്നു. മാരകമായ വേർഷനായ പല ആൾക്കാരും ഉണ്ട്. പല സീരിയലിലും കണ്ടിട്ട് അതേപോലെ മരുമക്കളോടും മക്കളോടും ഒക്കെ പെരുമാറുന്നവര്. അങ്ങനെയൊക്കെ പെരുമാറുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പണ്ട് കുട്ടിക്കഥകളൊക്കെ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിക്കുമ്പോൾ ഓരോ കഥയും ചെറുപ്പത്തിലെ ഞാൻ വായിച്ച ഏതോ ഒരു ബാലരമയിലെ ഒരു കഥ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ആ കഥയിലെ എൻ്റെ അന്നത്തെ വിചാരം അങ്ങനത്തെ ഒരു പക്ഷിയെ കുറിച്ചായിരുന്നു ആ കഥ. ആ പക്ഷി ഇങ്ങനെ സ്വർണ്ണ ചിറകും അങ്ങനെയുള്ള രാവിലെ ഒരു കുട്ടിക്ക് എഴുന്നേറ്റാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അതിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അപ്പൂപ്പൻ പറയുന്ന ഒരു കഥ പറയും, നീ രാവിലെ എഴുന്നേക്കാമെങ്കിൽ ഇങ്ങനെ സ്വർണ്ണ ചിറകും ഇങ്ങനെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പക്ഷിയുണ്ട്, അത് വെളുപ്പിനേ ഉള്ളൂ, അത് ഞാൻ നടക്കാൻ പോകുമ്പോഴേ ഉള്ളൂ, നിനക്ക് കാണണമെങ്കിൽ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് എന്റെ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച കഥയാണ്. അപ്പൊ ഈ അപ്പൂപ്പൻ ഈ കുട്ടി ആദ്യ ദിവസം എഴുന്നേക്കാൻ താമസിച്ചു പോകും, പിറ്റേ ദിവസവും അപ്പൊ ഒരു ദിവസം അവൻ ഈ പക്ഷിയെ കാണാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി കാരണം അതിരാവിലെ എഴുന്നേറ്റ് അപ്പനെ പോയി വിളിക്കും, നമുക്കത് കാണാം. എന്നിട്ട് അപ്പൻ ഈ കുട്ടിയും കൂട്ടി ഇങ്ങനെ ആ ഒരു നേരം പരപരാ വിളിക്കുന്ന സമയത്ത് നടക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ചെന്ന് ഒരു നദിയുടെയൊക്കെ കരയില്
കുറെ മരങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ പക്ഷികൾ ചിലയ്ക്കുന്നതും സൂര്യൻ പയ്യെ ഇങ്ങനെ ഉദിച്ചു വരുന്നതായ കുറെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആ കുട്ടി അപ്പൂപ്പനും പോകുമ്പം അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷിയെ കാണുന്നുണ്ട്. അപ്പൊ ആ പക്ഷിയെ കാണിച്ച് അപ്പൂപ്പൻ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ ആ പറഞ്ഞ പക്ഷി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു കഥ എപ്പോഴോ എന്റെ മെമ്മറിയിൽ, ഞാൻ ഏത് സമയത്താണ് വായിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അത് അതിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ ഒരു പക്ഷി ഉണ്ടായിരിക്കോ, സ്വർണ്ണച്ചിറകുകളും അങ്ങനെയൊക്കെയുള്ള പക്ഷിയുണ്ടോ. കുറേ എനിക്കൊന്ന് കുറച്ച് വലുതാവുന്ന വരെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു പക്ഷിയുണ്ട്. അത്രയ്ക്ക് അത് നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ കഥയും കഥാപാത്രവും ഒക്കെ. ഇപ്പോഴും ഞാനത് ഇത്രയും ഏജ് ആയിട്ട് ഞാനത് മറന്നിട്ടില്ല. അതുപോലെ അപ്പൊ ഈ സീരിയലും കഥകൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം പലരെയും ഇത് നല്ല രീതിയിൽ എടുക്കുന്നവരുമുണ്ട്, പക്ഷെ ഇതിനകത്ത് മോശമായിട്ട് പല ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇപ്പോഴത്തെ സീരിയലിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലാം കൊലപാതകങ്ങളും അങ്ങനത്തെയൊക്കെ ഉള്ള കുറച്ച് നെഗറ്റീവായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് തെന്നി വീഴിക്കുന്നതും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അമ്മയായാലും അമ്മായിയമ്മയായാലും മരുമക്കളായാലും ഇങ്ങനെയുള്ള സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് അതിലെ ടെക്നിക്കുകളും അത് കഥയാണ്, കഥാപാത്രമാണ്. അതെന്താണ്, ഒരു എന്റർടൈൻമെന്റിന് മാത്രം സൃഷ്ടിച്ചതാണ്. ശരിക്കും റിയൽ ലൈഫിൽ അതൊന്നും ഇല്ല. നിങ്ങൾ ആ കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ട് ഒരിക്കലും അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് ജസ്റ്റ് നിങ്ങൾ ഫണ്ണ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മാത്രം കാണുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മക്കളോ മരുമക്കളോ ഒന്നും അങ്ങനെയല്ലെന്നും അവരൊന്നും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതപ്പോൾ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് കളയുക. ആ കഥാപാത്രങ്ങളെ ഒരിക്കലും മനസ്സിലേക്ക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തോ ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്, ആ സിനിമയിൽ എന്തോരം കഥ, അത് നമ്മൾ ജസ്റ്റ് കണ്ടു ഇറങ്ങിപ്പോന്നോ, അല്ലെ എല്ലാവരും തന്നെ ആ സിനിമയിലെ നായകനും നായികയും കാണിക്കുന്നത് പോലെ അവരെല്ലാം ചെയ്യുന്ന പോലെ ആരും ആവുന്നില്ല. അതത്ര ഇൻഫ്ലുവൻസ് ആവുന്നില്ല. സീരിയൽ നിങ്ങൾ റൊട്ടീൻ കാണുന്നു, നമ്മുടെ വീട്ടിലെ അംഗങ്ങളായി മാറുന്നു എല്ലാവരും. അപ്പം അത് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനകത്തെ മോശം കാര്യങ്ങൾ അത് റീക്രിയേറ്റ് ചെയ്യാതിരിക്കാം. മീൻസ് നമുക്ക് വേണ്ടാത്ത ഡയലോഗുകൾ അല്ലെങ്കിൽ വേണ്ടാത്ത ഇൻസിഡന്റുകൾ, അല്ലെങ്കിൽ നമ്മൾ അതൊന്നും അതിനകത്ത് നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ആ ഡയലോഗുകളോ വാക്കുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അത് മറ്റൊരു ലോകമാണ്. അത് കണ്ട് അത് അവിടെ തീരെ. ഓക്കെ, താങ്ക് യു.